ദൈവത്തെ മുറുകെ പിടിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64 അധ്യായം 7 വാക്യം. നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവനും നിന്നെ മുറുകെ പിടിപ്പാൻ ഉത്സാഹിക്കുന്നവനും ആരുമില്ല. നിന്റെ മുഖം ഞങ്ങൾ കാണാതെ വണ്ണം നീ മറച്ചു വച്ചു. ഞങ്ങളുടെ അകൃത്യങ്ങളെ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഒന്നാമത്തെ ചിന്ത, നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവർ നിന്നെ മുറുകെ പിടിക്കണം. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർ, എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എൻ്റെ ജനം എന്നെ മുറുകെ പിടിക്കണം. കഴിഞ്ഞ ദിവസങ്ങളായി നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗമാണ് മുറുകെ പിടിക്കുക. ദൈവത്തെ മുറുകെ പിടിക്കുക. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നവർ എന്നെ മുറുകെ പിടിക്കണം. ദൈവത്തെ മുറുകെ പിടിക്കുക. യാക്കോബ് ഏശാവ് വരുന്നെന്ന് കേട്ടപ്പോൾ തൻ്റെ എല്ലാ നന്മകളെയും താൻ സ്നേഹിക്കുന്ന എല്ലാറ്റിനെയും അക്കരെ കിടത്തിയിട്ട് ദൈവമായിട്ട് ഒന്ന് മുറുകെ പിടിക്കുന്നു. ദൈവത്തെ ഒന്ന് മുറുകെ പിടിക്കുന്നു. ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നു. എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ വിടത്തില്ല. ദൈവത്തെ മുറുകെ പിടിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ അവർക്കെന്തെങ്കിലും കാര്യം സാധിപ്പിക്കണമെങ്കിൽ മുമ്പോട്ട് പോകാൻ കഴിയാതെ വണ്ണം നമ്മെ അവർ മുറുകെ പിടിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വെളിയിൽ വരുവാൻ അവർ നമ്മുടെ കയ്യിൽ മുറുകെ പിടിക്കുമ്പോൾ അവരെ നമുക്ക് ഒഴിവാക്കാൻ കഴിയയില്ല. ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന എൻ്റെ ജനം ദൈവത്തെ ഒന്ന് മുറുകെ പിടിച്ചാൽ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിക്കും. ഈ തലമുറയിൽ ദൈവം പ്രവർത്തിപ്പാൻ ശക്തനാം. എൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവർ നിന്നെ മുറുകെ പിടിക്കട്ടെ. രണ്ടാമത്തെ ചിന്ത, അങ്ങനെ ഉത്സാഹിക്കുന്നവർ ആരുമില്ല. ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവർ നിന്നെ മുറുകെ പിടിക്കുവാൻ ഉത്സാഹ്യം ഉള്ള ആരുമില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ 1, 2, 3 64 അധ്യായം 1, 2, 3 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളെ പ്രവർത്തിക്കുമ്പോൾ നീ ഇറങ്ങി വരുന്ന ദൈവമാണ്. ദൈവത്തെ ഒന്ന് മുറുകെ പിടിക്കാൻ ഉത്സാഹിക്കുന്നുണ്ടോ? അങ്ങനെ ഉത്സാഹിക്കുന്നവർ ആരുമില്ല. ദൈവം അന്വേഷിക്കുന്നു എൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാൻ. അതിനൊന്ന് ദൈവത്തെ ഒന്ന് മുറുകെ പിടിക്കുവാൻ ഉത്സാഹമുള്ളവർ. നമുക്ക് പണ്ടത്തെ ഉത്സാഹമുണ്ടോ? ദൈവത്തെ അന്വേഷിക്കുവാൻ, ദൈവസന്നിധിയിൽ വരുവാൻ നമുക്ക് ഉത്സാഹമുണ്ടോ? നാം തന്നെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഈ വചനത്തിൽ നാം വായിക്കുന്നു, നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവർ, നിന്നെ മുറുകെ പിടിക്കുന്നവർ, അതിനുത്സാഹിക്കുന്നവർ ആരുമില്ല. ഈ തലമുറയിൽ അങ്ങനെ വരാതെ ദൈവത്തെ മുറുകെ പിടിക്കുവാൻ ഉത്സാഹിക്കാം. സ്തോത്രം. ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തെ, ഇതുവരെ നടത്തിയ ദൈവത്തെ നമുക്ക് മുറുകെ പിടിക്കാം. എന്തുകൊണ്ടാണ് ആരുമില്ലാത്തത്? മൂന്നാമത്തെ ചിന്ത, നമ്മെ ദൈവത്തോട് അടുപ്പിക്കാതെ വണ്ണം അകറ്റി നിർത്തിയിരിക്കുന്നത് നമ്മുടെ അകൃത്യങ്ങളത്രേ. ഞങ്ങൾ കാണാതെ വണ്ണം നിന്റെ മുഖം മറച്ചു. ഞങ്ങളുടെ അകൃത്യങ്ങൾക്ക് നാം ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുമ്പോഴും
ദൈവം മുഖം മറച്ചു കളയുന്നു. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം, നമ്മുടെ വാക്കുകൾ നിമിത്തം ദൈവത്തെ മുറുകെ പിടിപ്പാൻ കഴിയുന്നുണ്ടോ? ഈ പ്രഭാതത്തിൽ നമ്മെ ഒന്ന് ശുദ്ധീകരിക്കുന്ന, നമ്മെ ഒന്ന് കഴുകുന്ന ആ രക്തത്തിൻ്റെ അടുക്കിലേക്ക് നമുക്ക് മടങ്ങി വരാം. നമ്മുടെ അകൃത്യങ്ങളെല്ലാം ക്ഷമിക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ ഒന്ന് മുറുകെ പിടിക്കാം. ദൈവത്തെ ഒന്ന് മുറുകെ പിടിക്കാം. ഈ തലമുറയിൽ നമുക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യാൻ വേണ്ടി പോകുന്നു. കർത്താവേ, ദൈവത്തെ മുറുകെ പിടിച്ച് ഞങ്ങളുടെ യാത്ര മുമ്പോട്ട് പോകാൻ കൃപ നൽകണം. ഇന്നത്തെ ഈ പ്രഭാതം അനുഗ്രഹമാക്കണം. യേശു ക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ. ആമേൻ. God bless you.